ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീടിൻ്റെ മുകളിലോട്ടുള്ള പാറപ്പുറത്ത് വന്ന കേട്ടോ. ഇവിടെ ഇതേപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ക്രിസ്മസിൻ്റെ ചെറിയ ആഘോഷ പരിപാടികളിലെ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വ്ളോഗ് വരുന്നത്. നമ്മൾ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പുൽക്കൂട് ഉണ്ടാക്കുന്നതും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ. നമ്മൾ മാരേജ് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു ഫെസ്റ്റീവ് എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ്. പക്ഷേ 2023 നമ്മൾ ജസ്റ്റ് കുറച്ച് ക്രാക്കേഴ്സൊക്കെ മേടിച്ച് പൊട്ടിക്കുകയും അങ്ങനത്തെ ഉള്ള ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞൊരു ടൈമായിട്ട് നമ്മൾ ഒന്നും തന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നതും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ പുൽക്കൂട് സത്യം പറഞ്ഞാൽ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷേ നമ്മൾ ടൈം ഇല്ലാത്തതുകൊണ്ട് പിന്നെ റെഡിമെയ്ഡ് ഒരെണ്ണം മേടിച്ചു. പിന്നെ ക്രിസ്മസ് ട്രീ ആണെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. നമ്മൾ റെഡിമെയ്ഡ് ചോദിച്ചപ്പം ഭയങ്കര റേറ്റ്. പിന്നെ നമ്മൾ പിന്നെ തൊട്ട് മണ്ടയിൽ പാറയായതുകൊണ്ട് തന്നെ ഇതിനകത്ത് വയ്ക്കാനുള്ള പുല്ലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പോയി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അതേ ചേട്ടായി സെറ്റ് ചെയ്ത് ഓരോന്ന് അടുക്കി വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ നമ്മുടെ പുൽക്കൂണ്ടാക്കുമൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പുല്ലൊക്കെ സൈഡ് വഴി വെച്ചു, പായലും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ ഇനി നമുക്കിതിനകത്ത് രൂപങ്ങളൊക്കെ വെക്കണം. അതൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷമുള്ളൊരു ഫൈനൽ ലുക്ക് തൊട്ട് പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഇതിൻ്റെയൊക്കെ ഫൈനലായിട്ട് വരുന്ന ഒരു ലുക്ക് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വാവയുടെ ഫസ്റ്റ് അല്ല സെക്കൻഡ് ക്രിസ്മസ് ആണ്. പക്ഷേ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ആൾ തീരെ കുഞ്ഞായതുകൊണ്ട് തന്നെ ഇത് കണ്ട് അങ്ങനെ എൻജോയ് ചെയ്യാനുള്ളൊരു ഇതൊന്നും ആൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം ആൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടും ചിരിച്ചും കളിച്ചും ഒക്കെ ആൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് ഒക്കെ നല്ലൊരു ഇതായിരുന്നു കേട്ടോ. നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനും കൂടെ നിൽക്കാനാണെങ്കിലും അവൾ എപ്പോഴും അവളുടെ ഭാഗത്തു നിന്ന് നമുക്കെപ്പോഴും ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ വഴക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. ആളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് തരും. വഴക്കായിട്ടോ അങ്ങനെ ഒന്നുമില്ല. ആൾ ഭയങ്കര സൈലൻ്റാണ് എപ്പോഴും. ഇത് നിങ്ങൾ അവിടെ വെച്ചിട്ട് കുഞ്ഞിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അവളെ കൊണ്ട് ഇരുത്തിയാണ്. അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവളിതേ അവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ട്. അത് വോയിസ് ഞാൻ മാറ്റിയതാണ്.
പിന്നെ അവിടെ നിന്ന് എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. അവൾക്ക് എന്തോ ഭയങ്കരമായിട്ട് ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് വാവേ. അപ്പോൾ ദേ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞൊരു പുൽക്കൂടും ട്രീയും. അങ്ങനെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ഹാപ്പി ക്രിസ്മസ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വ്ളോഗായിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ.